വെൽക്കം ടു ഇപ്പൂസ് ഗാലറി. ഇന്ന് ഞങ്ങൾ ഉപ്പച്ചിന്റെ സ്കൂളിൽ ഗെറ്റ് ടുഗദറിനായിട്ട് പോകണം. കോട്ടത്തറയിലുള്ള ആരോഗ്യമാത സ്കൂളിലാണ് ഉപ്പച്ചി പഠിച്ചത്. ഇപ്പതാ ഞങ്ങൾ പോണ വഴിയിൽ പ്രോഗ്രാമിന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഉപ്പച്ചി കടയിൽ നിന്ന് എടുക്കുകയാണ്. ഉപ്പച്ചിന്റെ SSLC ബാച്ച് 2001-2002 കേട്ടോ. അഗളിയിലുള്ള കൂത്തോട്ടിൽ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം. ഇപ്പതാ ഞങ്ങൾ എത്തി കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. പോയപാട് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു കേട്ടോ. നമ്മുടെ അധ്യാപകരൊന്നും നമ്മുടെ ഒപ്പം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകണ്ട. നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് ഇതിനെ കൊണ്ടുപോകാം. അതിലെ നല്ലത് ആദ്യം നമുക്ക് അവരെ ഓർത്ത് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അവരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടവരായിരുന്നു. എപ്പോഴും നമ്മൾ അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുമായിരുന്നു. അത് നമ്മുടെ ബിജു. അതിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആരാണ് പാട്ട് പാടുക? ഞാൻ പാടില്ല, ബിബിനെ പാടും. ഞങ്ങൾ പാട് കേട്ടോളാം. ഞങ്ങളുടെ കൂട്ടത്തിലെ ഗായികയാണ്. ഞങ്ങളൊക്കെ അസൂയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ബിബിന. ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ട് ഇതുവരെ ഒരു റീയൂണിയൻ എനിക്ക് കൂടാൻ പറ്റിയില്ല. അപ്പൊ ഇത് പറഞ്ഞ ഉടനെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ കെട്ടിയനോടൊന്ന് പറഞ്ഞു അന്ന് ലീവ് എടുക്കണം, എങ്ങനെയാണ് എനിക്കൊന്ന് പോകണം. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ എന്നും എന്റെ എന്ന് ചൊല്ലുവാൻ ഇഷ്ടമേറെ. നീ എൻ മുളം കണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. വരുമ്പോ എപ്പോഴും ഞാൻ വിചാരിക്കും, ഞങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 100 പെൻസിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ പൊട്ടിച്ച് മുറുക്കിയിട്ട് ഞാൻ 100 പെൻസിലാക്കും. എന്നിട്ട് ഞാനത് അവൾക്ക് കൊടുക്കും, അവളുടെ കൈ കൊടുക്കും. ഞാൻ തെറ്റിയാല് ഞാൻ പറയും എൻ്റെ 100 പെൻസിൽ തിരിച്ചു. എന്നിട്ട് ഇവളത് പെറുക്കി 100 എണ്ണാക്കി എൻ്റെ കൊണ്ടുവന്നേരും. അപ്പൊ തന്നെ മിണ്ടും, പിന്നെയും കൊടുക്കും. അവർക്ക് ഓർമ്മ ഉണ്ടത് എന്ന് ഞങ്ങൾ 100 പെൻസിൽ തെറ്റി. അപ്പം ഞാൻ പറയും എൻ്റെ 100 പെൻസിൽ എനിക്ക് ഇപ്പൊ കിട്ടണം 100 എണ്ണം. ഇന്നും കൂടി ആലോചിച്ചു. റോസ്ലി ചേച്ചി 2 വാക്ക് സംസാരിക്കണം, എന്തെങ്കിലും എന്നാലും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പൊക്കി പറയാം. സെബാസ്റ്റ്യൻ നിന്ന് തുടങ്ങാം. സെബാസ്റ്റ്യന്റെ ബുജ്ജി ഞങ്ങൾ ഗതി കിട്ടിയിരുന്നവനെ കൊണ്ട്. ഇവനെങ്ങനെയാ വെച്ചാൽ എന്ത് ക്ലാസ് എടുത്താലും ഒരു സംശയം. അവിടെ ടീച്ചേഴ്സിനെ പറയാൻ സമയത്തില്ല, അപ്പോഴേക്കും ഇവനോടൊരു സംശയം ചോദിക്കും, അതിന്റെ ഉത്തരവ് ഒന്ന് തന്നെ പറയും. അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് അവനോട് ഒരു ബുദ്ധിമുട്ടായിരുന്നു അവന്റെ പഠിപ്പ് കാരണം. പിന്നെ ഒരാളെ കിട്ടോ ബിജു, അപ്പൊ നമ്മുടെ കൂട്ടത്തിലില്ല. ഈ വാക്യവും പറയും. നമ്മൾ വളരെ വിപുലമായിട്ട് റീയൂണിയൻ നടത്താൻ ഒരു വർഷത്തോളായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. വിചാരിച്ചപ്പോൾ വലുതായിട്ട് നമുക്ക് നടത്താൻ കഴിയും. എനിക്ക് തോന്നുന്നത് അടുത്ത വർഷം നമ്മൾ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് പരിപാടി നടത്താം. അധ്യാപകരെല്ലാം കൊണ്ടുവരും. ഇത്തവണ ഇവിടെ വന്ന് ചേരാൻ പറ്റാത്ത ആൾക്കാരെ നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ 25 വർഷം ആകുകയാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. നമ്മൾ 2002-ലാണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. അപ്പൊ അതിനുള്ള ആ പരിപാടിക്കുള്ള ആദ്യത്തെ മീറ്റിംഗ് ആയിട്ട് ഈ റീയൂണിയൻ കണക്കാക്കണം എന്നിവിടെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഠിപ്പിക്കുകയാണ്. MES കല്ലടി കോളേജിൽ ഫിസിക്സ് അധ്യാപകരുണ്ട്. ആദ്യം ഓർമ്മ വരുന്ന ബിജുവിനെയാണ്. അടുത്ത സുഹൃത്ത് രാമകൃഷ്ണൻ നമ്മുടെ കൂടെ ഇല്ല. തോമസ്. രാമകൃഷ്ണനും ബിജുവും ഒക്കെ നന്നായിട്ട് പാടുന്ന ആൾക്കാരാണ്. ബിജു ചിത്രകാരനും കൂടെ ആയിരുന്നു. മുനയാറ്റിലെ ഈറക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവൈ പൂത്തിട പാதை പാത്തിട പാവൈ രാധയോ പറഞ്ഞല്ലോ. അപ്പൊ അവൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് കൈ കൊട്ടിപ്പാ. നമ്മൾ സ്കൂളുകളിൽ പണ്ട് മിഠായി കൊടുക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ ടു
to you. Happy birthday to dear Mundu. Happy birthday to you. നമ്മളെങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ. പക്ഷെ എനിക്ക് ഞാൻ പഠിക്കുന്ന കാലത്ത് വക്കീലാവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. നമുക്കുണ്ടാവുമല്ലോ ഒരു ആഗ്രഹങ്ങൾ. എന്റെ വായൊക്കെ വെച്ചിട്ട് എനിക്ക് വക്കീലാവാൻ ഭയങ്കര കഴിവായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ എങ്ങനെയായിരുന്നു പഠിത്തത്തിൽ ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. അല്ല പറ്റ മോശം. കാണിച്ചാടാ അങ്ങനെ എനിക്ക് കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, കാണിച്ചൊക്കെ തന്നിട്ടുണ്ടോ സെബാസ്റ്റ്യൻ, ബിനു, നമ്മുടെ ബിജു, മരിച്ചുപോയ ബിജു, അവരും അങ്ങനെ തന്നെ. അവരൊക്കെ എനിക്ക് കാണിച്ചു. ആക്കിയെടുത്ത ഒരാളുണ്ട്, ജിജീഷ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അവനാണ് നമ്മൾ ആദ്യം ഒരു താങ്ക്സ് പറയുന്നത്. പിന്നെ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് എത്തിയ ചേച്ചിയുടെ പേരക്കുട്ടി, അവൻ്റെ പേരുടെ കോട്ടയത്ത് നിന്ന് നേഴ്സിംഗ് പഠിക്കാൻ ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ ഇവിടുന്ന് എടുത്ത് PhD അവിടെ പ്രയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റായി. സ്കൂൾ കാലഘട്ടം ഓർക്കുമ്പോൾ ബിജു, രാമകൃഷ്ണൻ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ബിജുവിനെ അവസാന കാലത്ത് എന്താ പറയുക, പരിചരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ബിജുവിൻ്റെ ചേട്ടനെൻ്റെ വല്യമ്മയുടെ മകളെ കല്യാണം കഴിച്ചിരുന്നു. പിന്നെ അധികം ഓർമ്മകളൊന്നുമില്ല. പിന്നെ കുട്ടരിയാസിൻ്റെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. അവനും വാപ്പയും ആയിരുന്നു ആനകെട്ടിലെ കടയിൽ. MBA ഒക്കെ കഴിഞ്ഞു, കോയമ്പത്തൂർ വെച്ചിട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ ബിസിനസ്സിലേക്ക് തന്നെ വന്നു. ഈ 10th കഴിഞ്ഞതിന് ശേഷം +2 ഞാനും നീലെ കോയമ്പത്തൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ചെന്ന് അവിടെ നിന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ആരോഗ്യമാതയിൽ +2 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആരോഗ്യമാതയിൽ +2 കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ഞാൻ കോയമ്പത്തൂരെ കഴിഞ്ഞു. ഡിഗ്രിക്ക് ഞാൻ റിയാസ് സബാനൊക്കെ ഒരേ കോളേജിലായിരുന്നു. പിന്നെ ഹസ്ബൻഡിനും എനിക്കും മകളി അക്കണ്ടിയിൽ റേഞ്ച് ഓഫീസിലാണ് ജോലി. 4 വർഷമായി അവിടെ. ഫീൽഡാണ് ജോലി. സംബന്ധമായിട്ട് ജോലിയുള്ളതുകൊണ്ട് അവിടേക്ക് വിളിച്ചിപ്പോൾ തന്നെയാണ്. പിള്ളേര് ഫസ്റ്റ് പഠിക്കേണ്ടത് പോകുന്നത് ചെറിയാൾ ഇനിയായി. കോളേജൊക്കെ കഴിഞ്ഞ് MSc വരെ പോയി. കോളേജ് കഴിഞ്ഞ് ജോലിയായിരുന്നു. പിന്നെ ആഫ്റ്റർ ഡെലിവറി പിന്നെ അവരുടെ വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നല്ലൊരു ഫീൽഡാണ് പാറ്റന്റ് എന്ന് പറയും. പാറ്റന്റ് കമ്പനി. എന്താ പറയണ്ടേന്ന് അറിയില്ല. പ്രത്യേകിച്ച് ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ആയിരുന്നു കേക്ക്. 2004 മാരേജായി. ഹസ്ബൻഡ് ബിസിനസ്സും പിന്നെ കുറച്ച് കൃഷിയൊക്കെയാണ് പോകുന്നത്. പിന്നെ 2 മക്കള്. മോൻ കോളേജിൽ പഠിക്കണം, ഫസ്റ്റ് ഇയറാണ്. ശ്രീകൃഷ്ണ കോളേജ് കോയമ്പത്തൂര്. 2ാമത് മോള് +1 എൻ്റെ പേര് വിപിന. എൻ്റെ ഹസ്ബൻഡ് വേണുഗോപാൽ കെ ബാബു. ഞങ്ങൾക്ക് 2 മക്കൾ. 15-ലായിരുന്നു കല്യാണം. ഞാൻ 2013 സർവീസിൽ കയറി. ഞാൻ മൃഗസംരക്ഷണ ഷോപ്പിൽ PUD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യണം. കോട്ടയത്ത്. നമുക്ക് കല്യാണം കഴിഞ്ഞ കാലം പോലെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഇവിടുത്തെ അകലിയെ കുറിച്ചാണ് ഒരു ദിവസത്തിൽ സംസാരിക്കുന്നതിൽ 3/4% അകലി പുള്ളിയുടെ മനസ്സിൽ വിടുന്ന പോകുന്നു. എന്ത് പറഞ്ഞാലും അകലിയിൽ അങ്ങനെയാണ്, അകലിയിൽ ഇങ്ങനെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കാറുണ്ട്. മണ്ണുള്ള പെൻസിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് തന്നെ വേണം ഒക്കെ. എന്നിട്ട് അത് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് അടുത്ത പ്രാവശ്യം പറയും, ഈ പെൻസിൽ നീ എടുത്തോട്ടോ, മന്ദബുദ്ധി, ഞാൻ വീണ്ടും കഴിക്കും. ഇത് തന്നെ പണി, ഭീഷണിപ്പെടുത്താൻ. പിന്നെ കുറച്ച് നാള് UP സ്കൂളിലായപ്പോ ഞങ്ങള് ഒരുമിച്ച് അടുത്തായി താമസം. അപ്പോഴും അതുപോലെ പകുതി സമയം പഠിക്കാൻ പോണതും. 24 വർഷങ്ങൾക്ക് ശേഷമാണ് വർക്ക് ചെയ്യുന്നത് മൃഗസംരക്ഷണ വകുപ്പിലാണ്. അപ്പോൾ ആലത്തൂർ കുറുക്കോടാണ്. പഞ്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ
ചെയ്യുന്നുണ്ട്. സൺഡേ വെക്കേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അത് ഒഴിവായിപ്പോയി, അത് തുടങ്ങിയില്ല. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ വരാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരുന്നത് പരസ്പരം ഷെയർ ചെയ്യും. അപ്പോൾ സെബാസ്റ്റ്യനൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവർ കൂടുതലും ബ്രെഡ്, ജാം അങ്ങനത്തെ ഫുഡൊക്കെ കൂടുതലും കൊണ്ടുവരിക. അങ്ങനത്തെ കൊണ്ടുവരിക. അപ്പം നമുക്കതൊന്നും അങ്ങനെ കിട്ടല്ല. നമ്മൾ ചോറ്, ചമ്മന്തി, ഉപ്പേരി അതൊക്കെ അമ്മ ഉണ്ടാക്കി വിടും. അപ്പോൾ സെബാസ്റ്റ്യൻ പഠിക്കുമ്പോൾ പിന്നെ വീടിനടുത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, കളിക്കാൻ പോകുന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും, ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സിനോട് എന്തോ ഒരു അറ്റാച്ച്മെന്റ്, എവിടേക്കോ വെച്ച് എന്തൊക്കെയോ ഒരു ഗാന്ധശക്തി പോലെ അത് എന്തൊരു പ്രത്യേകതയായിരുന്നു. കാരണം ഇത് മാത്രമേ ഈ പല വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയം ബബി, പിന്നെ നിങ്ങൾ റിയാസിനെ കാണാറുണ്ട് ആനകെട്ടിയിൽ, പിന്നെ ജിജി കൊച്ചിയിലായാലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവൻ വീട്ടിൽ വരാറുണ്ട്, ഞാനും അങ്ങോട്ട് പോകാറുണ്ട്, കൊച്ചിയിലൊക്കെ പോകാറുണ്ട്. ജൂനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ വൈഫ് കവിത. അഖില് പറഞ്ഞ പോലെ തന്നെ ഈ ഭക്ഷണത്തിൽ ചോദിക്കുന്നതും അവരുടെ അമ്മയുടെ ചമ്മന്തി ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ തലയിൽ കല്ല് വീട് ആദ്യമായിട്ട് തല പൊട്ടി ചോര പിടിച്ചത്. ഇപ്പോൾ ഫാർമസിസ്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്തു. പിന്നെ വൈഫ് ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. താമസം ഇവിടെ തന്നെ. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എനിക്കൊരു ഭാര്യയുണ്ട്, 2 പെൺകുട്ടികള്. മൂത്താള് 5ാം ക്ലാസ്സിലാണ്, ചെറുത് 1ാം ക്ലാസ്സിലാണ്. എന്റെ മോളും ആമിയ. അപ്പൊ അത് പിന്നെ ഡയാനയുടെ മോള് ആമി, രമ്യയുടെ മോള് ആമി, ഇതൊരു ആമി, ഇനി ആരൊരു ആമി, ഒക്കെ ആമി. ഷാദിന്റെ ഒക്കെ ആമി. അപ്പൊ ഒക്കെ കണ്ടോ എന്തൊരു പെൺകുട്ടികൾക്കൊക്കെ ആമി. ഞങ്ങൾ അങ്ങനെയാണ്. ഞാനും ഷാദ് എന്ന് പറഞ്ഞാല് ജനിച്ചു വീണ മുതൽ ഞാനും അവനും, അവൻ ജൂലൈ, ഞാൻ നീ ഒക്ടോബർ. ഞങ്ങൾ അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധം +2 വരെ, കല്യാണം കഴിച്ച് വിടുന്നവരെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അവന് മാത്സ് അല്ലാണ്ട് പോകില്ല. ഞാൻ അവനെ മാത്സ് എല്ലാ എക്സാമിനും ഞാൻ മാത്സ് പഠിപ്പിച്ച്, എനിക്ക് ഇംഗ്ലീഷ് പോകില്ലായിരുന്നു, അവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു, ഗ്രാമർ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കും. +2 വരെ ഞങ്ങൾ അങ്ങനെ പഠിച്ചു. അന്ന് എന്താണ് ഞാൻ അവനിങ്ങനെ മാത്സ്, അവന് +2 പാസ്സായി ഞാൻ കാരണമില്ലടാ. ഞാൻ അവന് മാത്സ് ഐടിഐക്ക് പോയി. അവിടെ നിന്ന് പിന്നെ സെൻകോമിൽ എന്ന് പറഞ്ഞു ഫ്രഞ്ച് കമ്പനിയിൽ പോയി. ഇനിയിപ്പോൾ മലബാർ സിംസിൽ 1 കൊല്ലം. വൈഫ് 3 കുട്ടികൾ, 2 ആളും ഒരുപാട്. മൂത്താളെ ചെറിയോട് 1. സ്കൂളിലാണ് അവൻ 5ലാണ്. പിന്നെ നമ്മൾ പഠിച്ച അതേ സ്കൂളിലാണ് എൻ്റെ മോളും പഠിച്ചത്. പിന്നെ നമ്മളെ പഠിപ്പിച്ച ടീച്ചർ ടീച്ചർ അറിയാം. ടീച്ചർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ബാക്കിലാണ് ഉണ്ടായിരുന്നു. എന്നിട്ട് അറിയില്ല. എനിക്ക് 3 കുട്ടികളാണ്, 2 പെൺകുട്ടി. എന്നിട്ട് നമ്മൾ മുള്ള ടൈമിനോട് എല്ലാവരും കളിച്ചോണ്ടിരുന്നു. അവരൊക്കെ അപ്പൊ ഞാനിവിടെ സത്യം അല്ലല്ല ഫാമിലി. പ്രോഗ്രാംസ് ഒക്കെ നന്നായി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണേ. എങ്ങനെയുണ്ട് ഫുഡ്?
ലഞ്ചിന് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ചിക്കൻ ചില്ലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ എല്ലാവരും ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കണേ. ഇച്ചാച്ചു ഒന്നൊന്നല്ലട്ടോ കഴിച്ചല്ലോ, 3-4 വട്ടം കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം. പിന്നെ ഗൈസ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാച്ച പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. ഏകദേശം 2 കൊല്ലം മുന്നേ ഞങ്ങൾ ഇപ്പച്ചിന്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്കും അത് കാണാത്തവർക്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പച്ചി അവർക്കുള്ള ഷീൽഡൊക്കെ ബോക്സ് ചെയ്ത് മാറ്റി റെഡി ആക്കുകയാണ്. പിന്നെ ബബി അങ്കിൾ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യണ്ടേ. നമ്മുടെ ചേച്ചിക്ക് നമ്മുടെ മകൻ ചെറിയൊരു സ്നേഹോപഹാരം. താങ്ക് യു. കമ്പനി മാറാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. ഒരു വർഷത്തെ മോളുടെ പേരെന്താ? ഞങ്ങള് നല്ല ഡാൻസ് ആയിരുന്നു അല്ലേ? ആണ് വൈഫ് ഇവിടെ സ്കൂളില് ടീച്ചറായി വർക്ക് ചെയ്യും. ഹയർ സെക്കൻഡറി മാത്സ്. ജയമോള് വന്നിട്ടുണ്ട്, അവള് മണ്ണാക്കാടാണ്. അടുത്തത് ഇപ്പൊ പോയി വാങ്ങിക്കുക. അവന്റെ പേരെന്താ? ഗോകുൽ. കയ്യടി കൊടുക്ക്. ഡാൻസ് കളിച്ചതിനാണ് നമ്മൾ ഗിഫ്റ്റ്. പിന്നെ നമ്മൾ വിത്ത് മോളുടെ മോൾക്കില്ലേ, വിത്ത് മോൾ, വിത്ത് ബബി മോൾ, ഈ വിത്ത് മോൾ. പിന്നെ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൊമെന്റ് ഇഷ്ടപ്പെട്ടില്ലേ? ഈ മൊമെന്റ് കൊടുക്കുന്ന കോൺസെപ്റ്റിന്റെ ഉമ്മച്ചിന്റെ ആയിരുന്നു കേട്ടോ. ഉപ്പച്ച ഗ്രൂപ്പിൽ കുറച്ച് ചർച്ചകളൊക്കെ നടത്തുമ്പോ ഉമ്മച്ചാട്ടോ ഐഡിയ പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെ സെറ്റ് ചെയ്താണ്.
കൊണ്ടൊരു കപ്പലുണ്ടാക്കി കപ്പിത്താനായി സിസ്റ്റർ റാൾഫിനെ ഏൽപ്പിച്ചു. ഓർമ്മ ഉണ്ടാക്കിയിരുന്ന സിസ്റ്റർ റാൾഫ്? ഇവരുടെ പാട്ടൊക്കെ ഇവര് കരോക്കെ വെച്ച് പാടിയ കാരണം കോപ്പിറൈറ്റ് വരുന്ന കാരണം അതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. റിയാസ് ഒന്നിനും വന്നില്ല. അപ്പൊ നന്ദി പറയാനായിട്ട് ഞാൻ റിയാസിനെ ക്ഷണിക്കുന്നു. വേറൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിച്ച് ജിജീഷ് തന്നെയാണ്. അവന് വരാത്തില് പറഞ്ഞത് കേൾക്കണില്ലല്ലോ. അപ്പൊ അവന് വരാത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. എന്താന്നുള്ളത് അവനെ അറിയുള്ളൂ. എന്തായാലും നമ്മുടെ സിൽവർ ജൂബിലി 25 വർഷം അത് നമുക്ക് ഇതിലും കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താനുള്ള അനുഗ്രഹം കൂടി വേണമല്ലോ അല്ലെ. അതൊക്കെ ഉണ്ടാവട്ടെ. ഇതുപോലെ അന്നും വരാനും എല്ലാവർക്കും കഴിയട്ടെ. അപ്പോ ഇത് നല്ലൊരു തിരിച്ചുപോക്കായിരുന്നു അല്ലെ ബാല്യകാലത്തിലേക്ക്. ഇതുപോലുള്ള ഒത്തുകൂടലുകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്ന് ഞാൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ എന്താ നന്ദി പറയാ. ഞാൻ നന്ദി പറഞ്ഞില്ല. നന്ദി പറയാൻ റിയാസിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി നമസ്കാരം അതുപോലെ നമ്മുടെ ഈ പരിപാടി നമ്മള് കുറച്ച് കാലമായിട്ട് ആഗ്രഹിച്ചതാണ് നമ്മുടെ ഈ ഒത്തുചേർക്കൽ. എന്തായാലും ഇന്ന് നമുക്കത് ഒത്തുകൂടാൻ സാധിച്ചു. അതിന് ആദ്യമായിട്ട് ദൈവത്തിനോട് നന്ദി പറയാം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത കുറെ പേരുണ്ട്. പല സാഹചര്യം കൊണ്ട് കൂടാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇനി അടുത്ത നമ്മുടെ പരിപാടിക്ക് എല്ലാവരും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന്റെ പിന്നില് ഇത്രയും ദിവസം പ്ലാൻ ചെയ്ത് ജനുവരി പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്ത് മുടങ്ങാതെ ഇതിനെ കൊണ്ടു നടന്നവര് അത് വലിയൊരു പവർ തന്നെയാണ്. ഞാനും തന്നെ ഇവരെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ബബി വിളിച്ചു വരുമ്പോൾ മെസ്സേജ് ഒക്കെ നോക്കുക. കാരണം എനിക്ക് ടൈം ഉണ്ടാവില്ല. ടൈം നമുക്ക് കണ്ടെത്താം. എല്ലാവരും പറയുന്നത് വെറുതെയാണ്. പക്ഷെ വർക്കിങ്ങും വീടും ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകള് അത്രേ ഉള്ളൂ. അപ്പോ എന്നാലും ഇത് ഇത്രയും ആക്കി വെച്ചിട്ട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അതായത് ഓരോരുത്തരെ പറഞ്ഞ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയി. അപ്പൊ എല്ലാവർക്കും നന്ദി. എല്ലാവരും വരും. എല്ലാവർക്കും നന്ദി. നമ്മളെന്നെയാണല്ലോ നടത്തുന്നത്. അല്ലാതെ ഇപ്പൊ ആരും നമ്മുടെ പിന്നിൽ വരില്ല. പിന്നെന്താ ഒന്നുമില്ലല്ലോ. അപ്പൊ പേക്കാം. എപ്പോഴെങ്കിലും കാണാം കേട്ടെ. വീഡിയോസ് ഒക്കെ ഇടണം കേട്ടോ. പരിപാടിക്കൊക്കെ പോയിട്ട് ഫസ്റ്റ് വാങ്ങണം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.